നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനം എന്ന് LDF അംഗങ്ങൾ. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് UDF ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ DPRുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയെ മധ്യസ്ഥനാക്കിയതിലും കരാറുകാരുമായി മധ്യസ്ഥ ശ്രമം നടത്തിയ സെക്രട്ടറിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ അംഗവും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 6 മാസമായിട്ടും ഒരടി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് പിന്നിലേക്കാക്കിയ പ്രവൃത്തി മാത്രമാണ് നടന്നത്. ശുചിത്വ കാര്യത്തിൽ നഗരസഭാ ഭരണസമിതി ഒരു നടപടിയും എടുക്കുന്നില്ല. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടരുന്ന സമയത്താണ് നിലമ്പൂർ നഗരസഭയുടെ പല ഭാഗങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സാഹചര്യമുള്ളതെന്നും PM ബഷീർ പറഞ്ഞു. നമ്മുടെ നിലമ്പൂർ നഗരസഭയിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ പ്രവർത്തകരെയും വിപുലമായ യോഗങ്ങൾ സംഘടിപ്പിച്ച് ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. അത് ഇതിനു മുമ്പ് ഉള്ള UDFന്റെ ഭരണസമിതി, അതിനു മുമ്പ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനായ ഭരണസമിതി, ഈ കാലങ്ങളൊക്കെ നടന്നു വരുന്നതാണ്. പക്ഷേ ഈ വർഷം അത്തരത്തിലുള്ള ഒരു മാസ് ക്യാമ്പയിനിങ് ഈ നാട്ടിലെ ഈ പറയുന്ന വിഭാഗത്തൊക്കെ ആകെ യോജിപ്പിച്ചുകൊണ്ടൊരു മാസ് ക്യാമ്പയിനിങ് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. എല്ലാ വാർഡിലും നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 20-25,000 രൂപ എല്ലാ വർഷവും വാർഡിന് ശുചീകരണ പ്രവർത്തനത്തിന് വാർഡ് ശുചീകരണ കമ്മിറ്റി കൊടുക്കും. ഈ വർഷം അത്തരം ഒരു കമ്മിറ്റികളെ യോഗം ചേർന്നില്ല എന്ന് മാത്രമല്ല, ആ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതിൽ ഭരണവർഷ പ്രതിവർഷമൊന്നുമില്ല, മെമ്പർമാർക്ക് ആരും കിട്ടാത്ത സാഹചര്യമാണുള്ളത്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുമ്പോഴും ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നഗരസഭയിൽ നിലവിൽ വന്ന 3 അർബൻ സെന്ററുകളിലും മരുന്നില്ല. പട്ടരാക്കയിലെ അർബൻ ഹെൽത്ത് സെന്റർ ചക്കാലക്കുത്തിലേക്ക് മാറ്റാനുള്ള നടപടി മാത്രമാണുണ്ടായത്. പരിസ്ഥിതി ദിനത്തിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച തെരുവിളക്കുകളിൽ പലതിനും അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കണ്ണടച്ച അവസ്ഥയിലാണ്. വയോജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ല. കൊളക്കണ്ടത്തെ പകൽ വീട് പൂട്ടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു. ഇവർക്കായി തുടങ്ങിയ ഫിസിയോതെറാപ്പി സെന്റർ 4 മാസമായി പ്രവർത്തിക്കുന്നില്ലെന്നും ബഷീർ ആരോപിച്ചു. ഭിന്നശേഷി സൗഹൃദ പാർക്കിൽ കെട്ടിടം നിർമ്മിക്കാൻ PV അൻവർ MLA ആയിരുന്ന സമയത്ത് ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ 6 മാസം സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്നും PM ബഷീർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PM ബഷീറിനൊപ്പം CPM അംഗം E അരുൺദാസ്, കേരള കോൺഗ്രസ് M അംഗം മിനി ജോൺ എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599900 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.